അങ്ങനെ നമ്മുടെ നൂതില ചെരുപ്പ് ഫാക്ടറിയിൽ ജോലി ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. കമ്പനിയുടെ ഓണർ എന്ന് പറഞ്ഞാൽ നൂറയാണ്. അതിൻ്റെ നൂറയുടെ അസിസ്റ്റൻ്റ്, അതായത് കമ്പനി ഓണറുടെ അസിസ്റ്റൻ്റായിട്ട് ജിഷിൻ വരുന്നു. കമ്പനിയുടെ നേതാവ്, യൂണിയൻ നേതാവ് നമ്മുടെ അക്ബറാണ്. അവിടെയുള്ള സ്റ്റാഫ് എന്ന് പറയുമ്പോൾ കുറേ പേരുണ്ട്. ബിന്നി, ലക്ഷ്മി, ആദില, മസ്താനി, അഭിലാഷ്, ഷാനവാസ്, ഒനിയൽ എന്നിവരെല്ലാം അവിടുത്തെ സ്റ്റാഫാണ്. അപ്പോൾ ഫാക്ടറിക്ക് പുറത്തുനിന്ന് ഒരുപാട് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ച് 52, 82 ചെരുപ്പിൻ്റെയൊക്കെ ഓർഡർ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. റബ്ബർ ഷീറ്റിൽ നിന്ന് അതിനുള്ള അതിൻ്റെ സൈസ് നോക്കുന്ന ആ ഇതൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്ത്, മോൾഡൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് സ്ട്രാപ്പൊക്കെ ഇട്ടാണ് അവരുണ്ടാക്കുന്നത്. ഇത്തിരി പണിയുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലേഡീസൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനിയിൽ ഇടയ്ക്കിടയ്ക്ക് യൂണിയൻ നേതാവ് പ്രശ്നം ഉണ്ടാക്കുമ്പം പറയുന്നുണ്ട്, ലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്റ്റാഫ് പറയുന്നുണ്ട്, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ മാഡം നമ്മളുടെ കമ്പനി നിന്ന് പോകും, ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മിയുടെ കൂടെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആദില പറയുന്നുണ്ട്, ഞാൻ എന്തുവായാലും ശരി, മാഡത്തിന് വേണ്ടി ഞാൻ വീണ്ടും വർക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഫണ്ണിയാണ്. അതിനിടയ്ക്കാണെന്നുണ്ടെങ്കിൽ കുട്ടനാടൻ മഞ്ചേരി എന്നുള്ളൊരു പാട്ട് പാടി അക്ബറും ആണുങ്ങൾ എല്ലാവരും കൂടെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അതിനകത്ത് ഷാനവാസൊക്കെ നന്നായിട്ട് രസമുണ്ട്, നല്ല പെർഫോമൻസൊക്കെ ആയിട്ട്. അപ്പോൾ ഷാനവാസിൻ്റെ കൈ മറിഞ്ഞിരിക്കുകയാണ്. അപ്പം പറയുന്നുണ്ട്, ഓണറോട് പറഞ്ഞില്ല, എനിക്ക് ജോലിയാണ് മുഖ്യം, ഞാൻ ജോലി ചെയ്യാനാണ് വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വലിയ ഇതായിട്ട് നല്ല ഫാക്ടറിയിൽ നന്നായിട്ട് ഇങ്ങനെ വർക്ക് നടക്കുന്നുണ്ട്. നല്ല രസമുള്ളൊരു ഒരു ടാസ്ക് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് നോക്കാം. പിന്നെ വെസൽ ടീമിൽ കിടക്കുന്ന അനുമോളെ സ്ക്രീനിലേ കാണാനില്ല. അനുമോൾ എപ്പോഴും സ്ക്രീൻ സ്പേസ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അനുമോളെ ഇന്ന് സ്ക്രീനിലോട്ട് കാണുന്നതേ ഇല്ല, എവിടെയാണെന്ന് അറിയത്തില്ല. അങ്ങനെയൊക്കെയാണ് ഇപ്പം ബിഗ് ബോസിനകത്ത് നടക്കുന്ന ഒരു കാര്യങ്ങൾ. പക്ഷേ ഒരു രസകരമായ ഒരു ഇമ്പ്രസ് ചെയ്യുന്ന ഒരു രീതിയൊന്നും ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിനകത്ത് അങ്ങനെ വരുന്നതേ ഇല്ല. അനുമോൾ മാത്രമായിരുന്നു ഒരു കണ്ടൻ്റ് തോന്നുന്നു. അനുമോളൊന്നും പമ്മിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആരും ഇല്ല, ഒന്നുമില്ല, ഒരനക്കവും ഇല്ലാണ്ട് കിടക്കുന്നു. നോക്കാം നമുക്ക്.